തീർച്ചയായും. സെഫാനിയ അനുപാതം 3:9 ഓരോ വാക്കും ചരിത്രപരമായ വസ്തുതകളുമായി ഒത്തുനോക്കുമ്പോൾ അതെങ്ങനെയാണ് ഇസ്ലാമിക ചരിത്രവുമായി ചേർന്നു നിൽക്കുന്നത് എന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. ആദ്യം വചനം ഒന്നുകൂടി നോക്കാം. കർത്താവിന്റെ നാമം ജനതകളെ വിളിച്ചപേക്ഷിക്കാനും ഏകമനസ്സോടെ അവിടത്തേക്ക് ശുശ്രൂഷ ചെയ്യാനും വേണ്ടി അന്ന് ഞാൻ അവരുടെ അധരങ്ങളെ ശുദ്ധീകരിക്കും. സെഫാനിയ അനുപാതം 3:9. ഈ വചനത്തെ 3 ഭാഗങ്ങളായി തിരിച്ച് ചരിത്രപരമായി വിശകലനം ചെയ്യാം. 1. അധരങ്ങളെ ശുദ്ധീകരിക്കും. ഐ വിൽ ഗിവ് ടു ദ പീപ്പിൾസ് എ പ്യൂർ സ്പീച്ച്/ലിപ്പ്. ഇവിടെ ശുദ്ധീകരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അശുദ്ധമായ നാമങ്ങളും വിഗ്രഹാരാധനയുടെ വാക്കുകളും മാറ്റി ദൈവത്തെ സ്തുതിക്കാൻ ഒരേയൊരു ശുദ്ധമായ ഭാഷ നൽകുമെന്നാണ്. ചരിത്രം. ലോകചരിത്രത്തിൽ ഒരു മതം അതിന്റെ ആരാധനയ്ക്കായി ലോകമെമ്പാടുമുള്ള വിവിധ ഭാഷക്കാർക്ക് ഒരേയൊരു ഭാഷ നൽകിയിട്ടുണ്ടെങ്കിൽ അത് ഇസ്ലാമാണ്. ക്രിസ്ത്യാനിറ്റിയിൽ ബൈബിൾ എല്ലാ ഭാഷകളിലേക്കും മാറ്റപ്പെടുകയും ഓരോരുത്തരും സ്വന്തം ഭാഷയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇസ്ലാം ലോകത്തെ എല്ലാ ജനതകളെയും അറബികളല്ലാത്തവരെയും അവരുടെ ആരാധനകളിൽ അറബി എന്ന ഒരേ ഭാഷ ഉപയോഗിക്കാൻ പ്രാപ്തരാക്കി. ഇത് ആഗോളതലത്തിൽ ഒരു ഏക അധരം കോമൺ ലിപ്പ് സൃഷ്ടിച്ചു. 2. കർത്താവിന്റെ നാമം ജനതകൾ വിളിച്ചപേക്ഷിക്കാൻ. ടു കോൾ അപ്പോൺ ദ നെയിം ഓഫ് ദ ലോർഡ്. പ്രവചനപ്രകാരം എല്ലാ ജനതകളും ഒരേ നാമം വിളിക്കണം. ചരിത്രം. ക്രിസ്ത്യാനിറ്റിയിൽ ദൈവത്തെ വിളിക്കുന്ന നാമം ഭാഷ മാറുന്നതിനനുസരിച്ച് മാറുന്നു. ഗോഡ്, ലോർഡ്, യഹോവ, ദൈവം, കർത്താവ്, ഈശോ, ജീസസ്. എന്നാൽ ഇസ്ലാമിൽ ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള മുസ്ലിമും പ്രാർത്ഥനയിൽ വിളിക്കുന്നത് അല്ലാഹു എന്ന ഏകനാമമാണ്. ചരിത്രപരമായി നോക്കിയാൽ ചൈനക്കാരനും ആഫ്രിക്കക്കാരനും മലയാളിനും ഒരേപോലെ വിളിച്ചപേക്ഷിക്കാൻ കഴിയുന്ന ഒരു ഏകനാമം യൂണിവേഴ്സൽ നെയിം ഇസ്ലാമിലൂടെയാണ് സ്ഥാപിതമായത്. 3. ഏകമനസ്സോടെ അവിടത്തേക്ക് ശുശ്രൂഷ ചെയ്യാൻ. ടു സെർവ് ഹിം വിത്ത് വൺ അക്കോർഡ്, ഷോൾഡർ. ഈ വചനത്തിലെ ഏകമനസ്സ് എന്നതിനെ എബ്രായ മൂലഭാഷയിൽ ഹീബ്രു ഒറിജിനൽ ഷെച്ചം എച്ചാഡ് എന്നാണ് വിളിക്കുന്നത്. ഇതിന്റെ അർത്ഥം ഒരൊറ്റ തോൾ, വിത്ത് വൺ ഷോൾഡർ എന്നാണ്. ചരിത്രം. ആരാധനയിൽ തോളോട് തോൾ ചേർന്ന് നിൽക്കുക എന്നത് ഇസ്ലാമിലെ നിർബന്ധിത പ്രാർത്ഥനയുടെ സലാത്ത് പ്രധാന ഭാഗമാണ്. ജാതി, വർണ്ണ, വർഗവ്യത്യാസമില്ലാതെ ലക്ഷക്കണക്കിന് മനുഷ്യർ ഒരേ വരിയിൽ തോളോട് തോൾ ചേർന്ന് നിന്ന് ദൈവത്തെ ആരാധിക്കുന്ന കാഴ്ച ഇസ്ലാമിൽ മാത്രമേ ചരിത്രപരമായി നമുക്ക് കാണാൻ കഴിയൂ. ക്രിസ്തീയ ആരാധനകളിൽ ഏകമനസ്സ് എന്നത് ഒരു ആശയമാണ്, എന്നാൽ ഇസ്ലാമിൽ അത് ഭൗതികമായ ഒരു പ്രവൃത്തി, ആക്ഷൻ കൂടിയാണ്. ഉപസംഹാരം. ചരിത്രപരമായ തെളിവുകൾ ഇപ്രകാരമാണ്. പ്രവചനഭാഗം. ക്രിസ്ത്യാനിറ്റിയിലെ അവസ്ഥ, ഇസ്ലാമിലെ അവസ്ഥ. ശുദ്ധമായ ഭാഷ. ഓരോരുത്തരും സ്വന്തം മാതൃഭാഷയിൽ പ്രാർത്ഥിക്കുന്നു. ലോകത്തെ എല്ലാ മുസ്ലിങ്ങളും അറബിയിൽ പ്രാർത്ഥിക്കുന്നു. ഏകനാമം. ഭാഷയ്ക്കനുസരിച്ച് പേരുമാറുന്നു. ജീസസ്, ഗോഡ്, യേശു. ലോകമെമ്പാടും അല്ലാഹു എന്ന ഏകനാമം ഉപയോഗിക്കുന്നു. ഒരേ തോൾ, ഏകമനസ്സ്, ആത്മീയമായ ഐക്യം. പ്രാർത്ഥനയിൽ തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന രീതി. അതുകൊണ്ട് ജനതകൾ ഒരേ നാമം വിളിക്കണം, ഒരേ ഭാഷ സംസാരിക്കണം, തോളോട് തോൾ ചേർന്ന് ആരാധിക്കണം എന്ന ഈ പ്രവചനത്തിന്റെ അക്ഷരാർത്ഥത്തിലുള്ള പൂർത്തീകരണം ചരിത്രപരമായി പരിശോധിച്ചാൽ അത് ഇസ്ലാമിലാണെന്ന് വ്യക്തമാകുന്നു. ഈ പ്രവചനത്തിന്റെ എബ്രായ മൂലപദങ്ങളെക്കുറിച്ച് ഹീബ്രു വേർഡ്സ് കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടോ? സെഫാനിയ അനുപാതം 3:9 എബ്രായ മൂലപദങ്ങൾ ഹീബ്രു ഒറിജിനൽ പരിശോധിക്കുമ്പോൾ താങ്കൾ മുൻപ് സൂചിപ്പിച്ച ചരിത്രപരമായ വസ്തുതകൾക്ക് കൂടുതൽ കരുത്ത് ലഭിക്കുന്നതായി കാണാം. ഈ വചനത്തിലെ ഓരോ വാക്കിനും ആഴത്തിലുള്ള അർത്ഥമാണുള്ളത്. പ്രധാനപ്പെട്ട 3 എബ്രായ പ്രയോഗങ്ങൾ താഴെ നൽകുന്നു. 1. സഫ ബെരൂറ. സഫ ബെരൂറ, ശുദ്ധമായ അധരം. ബൈബിൾ മൂലരൂപത്തിൽ സഫ ബെരൂറ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സഫ ഇതിനർത്ഥം അധരം അല്ലെങ്കിൽ ഭാഷ, ലാംഗ്വേജ് ലിപ്പ് എന്നാണ്. ബെരൂറ ഇതിനർത്ഥം ശുദ്ധീകരിക്കപ്പെട്ടത് അല്ലെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ടത് എന്നാണ്. ചരിത്രപരമായ വിശകലനം. ചരിത്രത്തിൽ വിവിധ ഭാഷ സംസാരിക്കുന്ന ജനതകൾക്ക് ആരാധനയ്ക്കായി നൽകപ്പെട്ട ഒരേയൊരു തെരഞ്ഞെടുക്കപ്പെട്ട ശുദ്ധമായ ഭാഷ, ചോസൻ പ്യൂർ ലാംഗ്വേജ് അറബിയാണെന്ന് ഇസ്ലാമിക പണ്ഡിതർ വാദിക്കുന്നു. ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ളവരും പ്രാർത്ഥനയിൽ ഈ ഒരേ ഭാഷ ഉപയോഗിക്കുന്നതിലൂടെ ഭാഷകളുടെ ശുദ്ധീകരണം ഇവിടെ പ്രായോഗികമാകുന്നു. 2. ഷെക്കം എഹാദ്, ഷെച്ചം എച്ചാദ്, ഏകമനസ് ബൈ ഒരേ തോൾ. ഈ വചനത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗമാണിത്. മലയാളം ബൈബിളിൽ ഏകമനസ്സോടെ എന്ന് വിവർത്തനം ചെയ്തിരിക്കുന്ന ഭാഗത്തെ എബ്രായ മൂലപദം ഷെച്ചം എച്ചാദ് എന്നാണ്. ഷെച്ചം ഇതിന്റെ അക്ഷരാർത്ഥം തോൾ, ഷോൾഡർ എന്നാണ്. എച്ചാദ് ഇതിനർത്ഥം 1 എന്നാണ്. അതായത് അക്ഷരാർത്ഥത്തിൽ ഇതിന്റെ വിവർത്തനം ഒരൊറ്റ തോളോട് തോൾ ചേർന്ന് വിത്ത് വൺ ഷോൾഡർ എന്നാണ്. ചരിത്രപരമായ വിശകലനം. ക്രൈസ്തവ ആരാധനകളിൽ ഏകമനസ്സ് എന്നത് ആത്മീയമായൊരു ചിന്തയാണ്. എന്നാൽ ഇസ്ലാമിലെ നിസ്കാരത്തിൽ സലാത്ത് വിശ്വാസികൾ വരിവരിയായി തോളോട് തോൾ ചേർന്ന് ഷോൾഡർ ടു ഷോൾഡർ നിൽക്കണമെന്നത് നിർബന്ധിതമാണ്.
സെഫാനിയ പ്രവചിച്ച ഒരൊറ്റ തോളായി നിന്ന് സേവിക്കുക എന്ന അവസ്ഥ ഇസ്ലാമിക പ്രാർത്ഥനാരീതിയിൽ ചരിത്രപരമായി പൂർണ്ണതയിലെത്തുന്നു. 3. ബെഷം യഹോവ. ബെഷം YHWH കർത്താവിന്റെ നാമത്തിൽ. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കാൻ എന്നതിനുപയോഗിച്ചിരിക്കുന്നത് ലിക്രോ ബെഷം YHWH എന്നാണ്. ലിക്രോ വിളിക്കുക, പ്രഖ്യാപിക്കുക. ബെഷം നാമത്തിൽ. ചരിത്രപരമായ വിശകലനം. ദൈവം എന്ന പൊതുനാമത്തിനു പകരം സ്തുതിക്കപ്പെടേണ്ടവനായ ഏകദൈവത്തിന്റെ നാമം അല്ലാഹു വിളിക്കപ്പെടും എന്നാണ് ഇതിന്റെ സൂചന. അറബി ഭാഷയിൽ അല്ലാഹു എന്ന പദം ഹീബ്രു ഭാഷയിലെ ദൈവനാമമായ എലോഹ എന്ന പദത്തോട് അങ്ങേയറ്റം ഭാഷാപരമായ സാമ്യം പുലർത്തുന്നു. ഉപസംഹാരം. ഈ മൂലപദങ്ങൾ വിശകലനം ചെയ്താൽ ലഭിക്കുന്ന ചിത്രം ഇതാണ്. 1. ഒരു ശുദ്ധമായ ഭാഷ അറബി ജനതകൾക്ക് നൽകപ്പെടും. 2. അവർ ആ ഭാഷയിൽ ഏകദൈവത്തിന്റെ നാമം വിളിക്കും. 3. അവർ ആരാധനയ്ക്കായി തോളോട് തോൾ ചേർന്ന് വൺ ഷോൾഡർ നിൽക്കും. ഭാഷാപരമായ